നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ വിജയത്തിനായി UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു കൺവെൻഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കലിലും ചേർപ്പിലും പതാക ദിനം ആചരിച്ചു. ഊരകം ALP സ്കൂളിന്റെ 95ാം വാർഷികവും അധ്യാപക രക്ഷാ കർതൃദിനവും ആഘോഷിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ചടങ്ങിൽ ആദരം നൽകി. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ വിജയത്തിനായി UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു കൺവെൻഷൻ. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം വാർഡിൽ നമുക്ക് 10 ആളെ കൊണ്ടുവരാനോ ശേഷിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 ആൾ വരണം. രണ്ടാം വാർഡിൽ നമുക്ക് 50 ആളെയോ 100 ആളെയോ ഒരുപക്ഷെ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ വാർഡിനും ഒരേപോലെ ആവണമെന്നില്ല. ആവറേജ് ശരാശരി ഇല്ലേ, നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ നമുക്ക് വാർഡ് കമ്മിറ്റി ഉണ്ടാക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വീടാന്തരം കയറാൻ സ്കോഡ് പ്രവർത്തനത്തിന് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുടുംബയോഗം നടത്തിയപ്പോൾ നമ്മുടെ ആളുകൾ വന്നിട്ടുണ്ട് ഇല്ലേ, കൊട്ടിക്കലാശം നടത്തിയപ്പോൾ നമ്മുടെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇനി വിദ്യാഭാസം നടത്തിയപ്പോൾ എന്തോ ആളുകൾ വന്നിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ പാർട്ടിയോട് അനുഭവമുള്ള, നമ്മളൊന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ക്ഷണിച്ചാൽ നമ്മുടെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ, അനുഭാവികൾ ഒട്ടേറെ ആളുകൾ നമ്മുടെ വാർഡിലുണ്ട്. ഒരു സംശയവും വേണ്ട. അവരെ നിങ്ങൾ പറയണം, അവരോട് നിങ്ങൾ പറയണം, അവരെ അറിയിക്കണം, അവരെ ക്ഷണിക്കണം. അങ്ങനെ പറയുകയും വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറായ ഒരു സംശയവും വേണ്ട. വലിയ പങ്കാളിത്തം, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പങ്കാളിത്തം ഈ ചേർപ്പ് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിജോ ജോർജ്, സുനിൽ ലാലൂർ, അശോകൻ പൊറ്റേക്കാട്ട്, ജോസഫ് കബീർ, CK വിനോദ് എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കലിലും ചേർപ്പിലും പതാക ദിനം ആചരിച്ചു. പാലക്കൽ ഡിജിറ്റൽ വിഷൻ ഓഫീസിലും ചേർപ്പ് നെറ്റ് വിഷൻ ഓഫീസിലുമാണ് പതാക ദിനം ആചരിച്ചത്. പാലക്കൽ ഡിജിറ്റൽ വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ COA ചെയർമാൻ PV രവി പതാക ഉയർത്തൽ നിർവഹിച്ചു. ചേർപ്പ് നെറ്റ് വിഷൻ ഓഫീസിൽ നടന്ന പതാക ഉയർത്തൽ നെറ്റ് വിഷൻ MD KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. പാലക്കൽ ഡിജിറ്റൽ വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K വിജയകുമാർ, ഓപ്പറേറ്റർമാരായ TK പ്രകാശൻ, KJ ടെൻസൺ, NP ഫ്രാൻസിസ്, റൂസ്വെൽറ്റ് റാഫേൽ, MP ജയചന്ദ്രൻ, CP സൈമൺ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് നെറ്റ് വിഷൻ ഓഫീസിൽ നടന്ന പതാക ദിനാചരണത്തിൽ COA ചേർപ്പ് മേഖല നിയുക്ത സെക്രട്ടറി MJ ആന്റണി, പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ, ഓപ്പറേറ്റർമാരായ PR ജിൻസൺ, NJ ഫ്രാൻസിസ്, KK അബൂബക്കർ, അനിൽകുമാർ, അഖിൽ എന്നിവർ സംസാരിച്ചു. ഈ മാസം 10, 11 തീയതികളിൽ തൃപ്രയാറിലാണ് COA ജില്ലാ സമ്മേളനം നടക്കുക. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലാണ് COA സംസ്ഥാന സമ്മേളനം. ഫെബ്രുവരി മാസം 10, 11 തീയതികളിലായിട്ട് നമ്മളുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാർ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മളേറെ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് നമുക്ക് നമ്മുടെ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാലങ്ങളിലായിട്ട് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ പറയുന്ന ജിയോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഈ നമ്മളുടെ ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ സംഘടന ശക്തമായിട്ട് രൂപീകരിച്ചു പോകുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഏറെക്കുറെ 3 പതിറ്റാണ്ട് കാലം പിന്നിടുകയാണ് നമ്മളുടെ ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 15ാമത് ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളുമാണ് ഈ വരുന്ന കാലങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നത്.
അതിനോടനുബന്ധിച്ച് നമുക്കറിയാം, നമ്മൾക്ക് ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ പതാക, അതിൻ്റെ ജില്ലാ സമ്മേളനം അതിൻ്റെ ഒരുക്കത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി എല്ലാ ജില്ലയിലെ എല്ലാ ഹെഡ് ആൻഡ് ഓഫീസുകളിലും നമ്മളിന്ന് പതാക ദിനമായിട്ട് ആചരിക്കുകയാണ്. ഊരകം ALP സ്കൂളിന്റെ 95-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ചടങ്ങിൽ ആദരം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ALPS ഊരകം സ്കൂളിന്റെ 95-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനായിട്ട് എന്നെ ക്ഷണിച്ച ഇതിന്റെ അധികാരികളോട് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരു സ്കൂൾ വാർഷികം തികച്ചൊരു വാർഷികം മാത്രമല്ല, പഠിത്തത്തിന് ഉപരിയായി കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കലാവാസനകൾ അത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സമയമാണ് നമ്മുടെ വാർഷികാഘോഷം. ഒരു പൂന്തോട്ടത്തിലെ പലനിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത് പോലെ പഠിത്തത്തിൽ മാത്രമല്ല കലാ, കായിക, സാഹിത്യ രംഗങ്ങളിലൊക്കെ ഒത്തിരി പ്രതിഭകൾ വളർത്തിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർഷികങ്ങൾ കുട്ടികൾക്ക് സംഗീതത്തിനായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ നൃത്തത്തിനായിരിക്കും, അല്ലെങ്കിൽ ഓടാനായിരിക്കും, അല്ലെങ്കിൽ കളിക്കാനായിരിക്കും, ഫുട്ബോൾ കളിക്കാനായിരിക്കും. വിവിധങ്ങളായുള്ള കഴിവുകൾ വളർത്തിയെടുത്ത് നാളുകളിലെ നോബൽ സമ്മാനമോ അല്ലെങ്കിൽ അഭിനയത്തിൽ ഓസ്കാറോ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ അവാർഡുകളോ ഒക്കെ കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എഴുത്തുകാരി ശ്രീജ നടുവം മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ KG അച്യുതൻ അധ്യക്ഷത വഹിച്ചു. അത് കിട്ടിക്കഴിഞ്ഞാൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരുടെ രംഗത്തേക്ക് ഞങ്ങളുടെ സേവനം എത്തിക്കാനുള്ള ആ ഒരു സംവിധാനം നമ്മൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ കേരളത്തിൽ നോക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസ ഏജൻസികൾ അനവധിയുണ്ട്. പക്ഷേ അതിലൊരു വിദ്യാഭ്യാസ ഏജൻസിയല്ല സഞ്ജീവനി സമിതി. സഞ്ജീവനി സമിതി ചെയ്യുന്ന തരത്തിലുള്ള സേവന പ്രവർത്തനം അത് സഞ്ജീവനി മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ സന്തോഷമുണ്ട്. നിരന്തരം സഞ്ജീവനി സമിതി പ്രവർത്തനം അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ പോലും അദ്ദേഹം സാധാരണ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാലും സിജോ ജോർജ് ഇന്നലെ അവിടെ വന്നു. എല്ലാം കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആണ് തിരിച്ചു പോകുന്നത്. നിങ്ങളും ഇടയ്ക്ക് സഞ്ജീവനി സമിതി വരെ ഇതൊക്കെ കാണാം. അവിടെ ഒരു 100 കുട്ടികൾ 50 കുട്ടികൾ കൂടി അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം. പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കോളർഷിപ്പ് വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് PR സന്തോഷ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി MS ജൂഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ശരണ്യ വൈശാഖ്, ചേർപ്പ് BPC ബിനി, സ്കൂൾ ഇൻചാർജ് വിനയൻ ചേന്തനാത്ത്, സഞ്ജീവനി ശിശുവിദ്യാമന്ദിരം അധ്യാപിക ഗിരിജ, വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് രമാ ജ്യോതികുമാർ, തൃശൂർ നോവൽറ്റി പബ്ലിക്കേഷൻസ് മാനേജർ T ജയേഷ്, വിദ്യാലയ വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറത്ത്, അധ്യാപക പ്രതിനിധി S ശ്രീലക്ഷ്മി, പ്രധാന അധ്യാപിക PV ജിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിനെതിരെ കോടന്നൂരിൽ പ്രതിഷേധം. KPCC വിചാർ വിഭാഗ് പാറളം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. KPCC വിചാർ വിഭാഗ് ചെയർമാൻ സുബ്രഹ്മണ്യൻ കുറുവത്ത് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. KR ചന്ദ്രൻ, മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ, ഇട്ടേശൻ, AD വേണുഗോപാൽ, AD ജോണി, സന്തോഷ് ചിറയത്ത്, വേലായുധൻകുട്ടി അടിയോളി, ജോൺസൺ തേറാട്ടിൽ, ശ്രീനിവാസൻ വെങ്ങാലി, കുമാരൻ പറവത്ത്, KK ശശിധരൻ എന്നിവർ സംസാരിച്ചു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർ ആനുകൂല്യം കൊടുക്കാതെ, പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ അവസാനത്തെ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്ത ഒരു ബഡ്ജറ്റിന് എതിരാണ് ഈ സമരം. അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം,
ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ BJPയുടെ ബഡ്ജറ്റിൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഈ നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ കണ്ടത്. കാലങ്ങളായി UDFും കോൺഗ്രസും ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അമ്പലം കൊള്ളയും അതോടൊപ്പമുള്ള എന്തെല്ലാം കൊള്ളയടിക്കാൻ സാധിക്കുമോ അവയെല്ലാം പൂർണ്ണമായി കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ജനവിധിയായിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഫലം. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ഒരു സമരമുഖത്തേക്ക് പിണറായി വിജയന്റെ സർക്കാർ എത്തിച്ചിരിക്കുക. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് മോട്ടിവേഷൻ ക്ലാസ് ഒരുക്കിയത്. മോട്ടിവേഷണൽ സ്പീക്കർ എഡിസൺ ഫ്രാൻസ് ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വരുന്ന SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാനുള്ള ആത്മവിശ്വാസം കുട്ടികൾക്ക് നൽകാൻ മോട്ടിവേഷൻ ക്ലാസ് സഹായകമായി. ഊരകം വൃന്ദാവൻ ഔഷധോദ്യാനത്തിലെ ഷീബ രാധാകൃഷ്ണനെ ആദരം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ഗ്രാമസഭയിലായിരുന്നു ആദരം നൽകിയത്. ഗ്ലോബൽ എക്സലൻസ് അവാർഡ്, കേരള സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര അവാർഡ്, കേരള സംസ്ഥാന നാഗാർജുന ഔഷധമിത്രം സ്പെഷ്യൽ ജൂറി അവാർഡ്, കേരള സംസ്ഥാന പ്രകൃതിയുടെ കൂട്ടുകാർ അവാർഡ് എന്നിവ ഐച്ചിയിൽ ഷീബ രാധാകൃഷ്ണൻ നേടിയിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ആദരിക്കൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന ഉണ്ണികൃഷ്ണൻ, ജയശ്രീ സാജൻ, ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ ചേർപ്പിൽ പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, സുനിൽ ലാലൂർ, ഷൈജു സായിറാം, CK വിനോദ്, അശോകൻ പൊറ്റേക്കാട്, വിദ്യ രമേശ്, ജോഷി ആലപ്പാട്, MN ഉണ്ണികൃഷ്ണൻ, കുട്ടികൃഷ്ണൻ നടുവിൽ, സുജിത് കുമാർ, KR സിദ്ധാർത്ഥൻ, ബൈജു സെൻജോൺ, ലോഹിതാക്ഷൻ, സൈറ ബാനു, മിനി ജോസ്, ഷൈജ വിനോദ്, ദിവ്യ സന്തോഷ്, ക്രിസ്റ്റീന, ആൽവിയ ദേവസി എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66 പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 6:45 പെരിഞ്ഞനം സെന്ററിന് വടക്ക് കൃഷ്ണ ഫ്ലവേഴ്സിന് മുന്നിലായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് സബോള കയറ്റി എറണാകുളത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. തൃപ്രയാർ കിഴക്കേ നടയിൽ ആന ഇടഞ്ഞോടി. താന്യം പൈനൂർ രാജവീതി റോഡിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പറമ്പിൽ തളയ്ക്കാനായി കൊണ്ടുവന്ന ആനയാണ് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ഇടഞ്ഞോടിയത്. റോഡിലൂടെയും വീട്ടുപറമ്പുകളിലൂടെയും ഓടിയ ആന കണ്ണിൽ കണ്ടതെല്ലാം തകർത്തിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, മതിലുകൾ, ഗേറ്റ് എന്നിവ തകർക്കുകയും നിരവധി തെങ്ങുകൾ മറിച്ചിടുകയും ചെയ്തു. 2 മണിക്കൂറിലധികം നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളച്ചിട്ടുണ്ട്. തൃശൂർ പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജോ ആണ് മരിച്ചത്. വനത്തിൽ ചെളിക്കുഴി ഭാഗത്ത് വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 5 മണിയോടെ ആടിനെ തീറ്റാൻ പോയതായിരുന്നു ഷിജോ. രാത്രിയായിട്ടും കാണാതായതോടെ ബന്ധുക്കൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിജോ വനത്തിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. PG പോലീസും വനംവകുപ്പും ചേർന്ന് വനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,715 രൂപ, പവന് 1,17,720 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ വിജയത്തിനായി UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു കൺവെൻഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കലിലും ചേർപ്പിലും പതാക ദിനം ആചരിച്ചു. ഊരകം ALP സ്കൂളിന്റെ 95ാം വാർഷികവും അധ്യാപക രക്ഷാ കർതൃദിനവും ആഘോഷിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ചടങ്ങിൽ ആദരം നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.